തിരികെ നമ്മൾ ശിരൂരിലേക്കാണ് പോകുന്നത്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ 9ാം നാൾ പുരോഗമിക്കുകയാണ്. സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ഇതുവരെ പുനരാരംഭിച്ചിരുന്നില്ല. ഇപ്പോൾ സമയം 8:30 ആവുകയാണ്. എന്താണ്, രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ടോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അഞ്ജന, ഇപ്പോൾ അവിടെയുള്ള രക്ഷാപ്രവർത്തനം ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇന്ന് ഈ നദിയിലെ ഗംഗാവാലി നദിയിലെ സിഗ്നൽ ലഭിച്ച സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. അവിടെ 2 സിഗ്നലുകളാണ് ലഭിച്ചത്. ഒന്ന് സോണാർ സിഗ്നൽ, അതായത് ഈ നദിയുടെ അടിയിൽ, വെള്ളത്തിനടിയിൽ ഭാരമുള്ള വസ്തു ഉണ്ട് എന്നുള്ളത് സൗണ്ട് വേവി ഉപയോഗിച്ചുള്ള സോണാർ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ റഡാർ സിഗ്നലും ലഭിച്ചതും അതേ സ്ഥലത്ത് തന്നെയാണ്. ആ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് പരിശോധന നടത്തുന്നത്. സൈന്യവും ആർമിയും നേവിയും അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ സേന അംഗങ്ങളുമാണ് ഈ ദൗത്യത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രധാനമായും ഈ ഒരു നദിയിലെ മണ്ണ് മാറ്റുന്നതിനായി ബൂം ഉൾപ്പെടെ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മണ്ണ് നീക്കാൻ ആരംഭിച്ചിട്ടില്ല. അത് കൃത്യമായ റോഡിൽ ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിൽ മണ്ണ് മാറ്റാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഈ നദിയിലെ മണ്ണ് ഇതുപയോഗിച്ച് ഈ മാന്തി അവിടെ എന്തെങ്കിലും ഈ വസ്തു സിഗ്നൽ കണ്ട സ്ഥലത്ത് ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതേസമയം തന്നെ ഈ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം വലിയ ഈ മൺതിട്ടകൾ പല സ്ഥലങ്ങളിലായി രൂപപ്പെട്ടിട്ടുണ്ട് ഈ നദിയുടെ മധ്യഭാഗത്തായി. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തും പരിശോധന നടത്തുന്നുണ്ട്. ഈ സോണാർ സിഗ്നൽ ലഭിച്ച സ്ഥലം തീരത്ത് നിന്നും 50 മീറ്റർ മാറി മണ്ണടിഞ്ഞ് കൂടിയിട്ടുള്ള സ്ഥലത്താണ്. അവിടെയാണ് പ്രധാനമായും ഇന്ന് പരിശോധന നടക്കുക. സന്തോഷത്തോടൊപ്പം തന്നെ ഈ മണ്ണ് മാറ്റിയുള്ള പരിശോധന അത് പുഴയിൽ നടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം ആശങ്കയുണ്ട്. സ്വാഭാവികമായും നദിയിലെ കുത്തൊഴുക്ക്, അതോടൊപ്പം തന്നെ കാലാവസ്ഥ, ഇങ്ങനെ കരയിലെ മണ്ണ് മാറ്റൽ പോലെ എളുപ്പമായിരിക്കില്ല നദിയിലേത് എന്ന് പറയുന്നത് വളരെയധികം ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. അപ്പോൾ കൂടുതൽ നേവി സംഘമൊക്കെ എത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് അതിനെയൊക്കെ ഒരു അതിജീവിക്കുകയും ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? എന്താണ് അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് ഒരുക്കിയിട്ടുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നദിയിലെ അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ കരയിൽ നിന്നും മണ്ണ് മാറ്റുന്നത് പോലെ എളുപ്പമുള്ള ജോലിയല്ല നദിയിലെ മണ്ണ് മാറ്റുക എന്നുള്ളത്. പ്രതികൂല ഘടകങ്ങളായി കനത്ത മഴയും ഗംഗാവാലി നദിയിലെ അടിയൊഴുക്കുമുണ്ട്. ഈ പലപ്പോഴും അതിശക്തമായ കാറ്റും മഴയും പേമാരി ഉണ്ടാകുന്ന സമയമാണ്. മണിക്കൂറുകൾ അത് നീണ്ടു നിൽക്കുന്നുണ്ട്. ആ സമയത്ത് രക്ഷാപ്രവർത്തനം എടുക്കേണ്ടുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ പലതവണ മഴ ഈ ദൗത്യത്തെ തടസ്സപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്നത് ഗംഗാവാലി നദിയിലെ അടിയൊഴുക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. സ്കൂബ ഡൈവേഴ്സിന് മുങ്ങി പരിശോധന നടത്താനുള്ള ഒരു സാഹചര്യം പോലും ലഭിക്കുന്നില്ല. സന്തോഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു നേവിയുടെ നേതൃത്വത്തിലും ഒക്കെയുള്ള പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പരിശോധന എന്തായാലും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഗംഗാവാലി പുഴയിലാണ് ഇന്നത്തെ പരിശോധന പ്രധാനമായും നടക്കുന്നത്. ബൂമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇന്നലെ ലഭിച്ച സോണാർ സിഗ്നൽ, ആ സോണാർ സിഗ്നലിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ബൂമൊക്കെ, ആധുനിക സംവിധാനമായ ബൂമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. ഈ ബൂം ഉപയോഗിച്ച് അത് പുഴയിലെ അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു ചെളിയില്ല, ആ ചെളി നീക്കം ചെയ്യാനാണ് ഈ ബൂം ഉപയോഗിക്കുന്നത്. ഏകദേശം 60 അടി താഴ്ചയിലേക്ക് വരെ ഇറങ്ങി ചെന്നുകൊണ്ട് മണ്ണ് മാറ്റുന്നതിന്, ചെളി മാറ്റുന്നതിന് വേണ്ടി ഈ യന്ത്രം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. എന്തായാലും അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന അവിടെ ആരംഭിച്ചിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം.